ഗോൾഡൻ പ്രോപ്പർട്ടീസിൻ്റെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് അല്പം മാറി പുക്കാട്ടുപടി ടൗണിൽ നിന്നും 500 മീറ്റർ മാത്രം അകലെയായി നിൽക്കുന്ന വലിയൊരു റബ്ബറൈസർ ടാറിംഗ് റോഡിന് അഭിമുഖമായി നിൽക്കുന്ന 7.5 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂമോടുകൂടി വരുന്ന മനോഹരമായ ഒരു വീടിൻ്റെ വിശേഷമാണ് ഇന്ന് നിങ്ങളുമായി ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നിൽക്കുന്ന ഈ വീട് 2018 പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയിലാണ് സ്ഥിതി ചെയ്യുന്നത്. വീട് കാണുന്ന പോലെ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് എലിവേഷൻ. ഇവിടെ നിന്നും ഇൻഫോ പാർക്കിലേക്ക് 9 കിലോമീറ്ററും ചാർട്ടർ ഇന്റർനാഷണൽ സ്കൂളിലേക്ക് 1 കിലോമീറ്ററും തൃപ്പൂണിത്തുറയിലേക്ക് 12 കിലോമീറ്ററും എടപ്പള്ളിയിലേക്ക് 13 കിലോമീറ്റർ ദൂരത്തായാണ് ഈ വീട് നിൽക്കുന്നത്. വീടിൻ്റെ ഫ്രണ്ടിലായി നമുക്ക് കാണാം വലിയൊരു റോഡ് തന്നെ കൊടുത്തിട്ടുണ്ട്. റബ്ബറൈസർ റോഡ് തന്നെയാണ്. നല്ല VIP വീടുകളെല്ലാം സ്ഥിതി ചെയ്യുന്ന ഒരു ഏരിയയിൽ തന്നെയാണ് ഈ വീടും നിൽക്കുന്നത്. ചുറ്റുമതിലെല്ലാം നമുക്ക് കാണാം. സ്ലൈഡിങ്ങിലും ഫോൾഡിങ്ങിലും തുറക്കാവുന്ന ഗേറ്റാണ് ഫ്രണ്ടിലായി കൊടുത്തിരിക്കുന്നത്. മനോഹരമായ ഈ ഒരു വീടിൻ്റെ ഗേറ്റ് തുറന്ന് നമുക്ക് ഇനി വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുമ്പോൾ 5-6 വണ്ടി പാർക്ക് ചെയ്യാവുന്ന ഒരു മുറ്റം ഫ്രണ്ടിലായി ലഭിക്കുന്നുണ്ട്. ബാംഗ്ലൂർ സ്റ്റോൺ ആണ് വീടിൻ്റെ മുറ്റത്തായി വിരിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ മെയിൻ വാട്ടർ സോഴ്സിനായിട്ട് കിണർ വെള്ളവും പൈപ്പ് കണക്ഷനും ലഭ്യമാണ്. കിണറിൻ്റെ സ്ഥാനം വരുന്നത് വടക്ക് കിഴക്കേ മൂലയിലാണ്. വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത് വടക്ക് ഭാഗത്തേക്കായാണ്. വലിയൊരു കാർ പോർച്ചും ഇവിടെ നമുക്ക് കാണാൻ കഴിയും. 2 XUV മോഡലുള്ള വണ്ടി ഇവിടെയും നമുക്ക് പാർക്ക് ചെയ്യാം. ചുറ്റുഭാഗങ്ങളിലെല്ലാം അത്യാവശ്യം നല്ല രീതിയിലുള്ള സെറ്റ് ബാക്ക് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു വീട് പർച്ചേസ് ചെയ്യുവാനും ഇതുപോലുള്ള ഒരു വീട് നിങ്ങളുടെ സ്വന്തം സ്ഥലത്ത് പണിയുന്നതിനും നിങ്ങളുടെ ഒരു പ്രോപ്പർട്ടി സെയിലിനുണ്ടെങ്കിലും ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. കൂടാതെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കെ തന്നെ ഒരു ലൈക്ക് ചെയ്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. വടക്ക് ഭാഗത്തേക്കാണ് വീടിൻ്റെ ഡയറക്ഷൻ വരുന്നത്. വീടിൻ്റെയും ഡോറിൻ്റെയും ഡയറക്ഷൻ വടക്കോട്ട് തന്നെയാണ്. വലിയൊരു സിറ്റൗട്ട് ഫ്രണ്ടിലായി കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ഇവിടെ മരങ്ങൾക്കായി ഉപയോഗിച്ചിട്ടുള്ളത് ആഞ്ഞിലിയും തേക്കുമാണ്. സിംഗിൾ പാളിയോടുകൂടി വരുന്ന ഡോറ് തുറന്ന് ഇനി നമുക്ക് നേരെ വീടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കാം. നേരെ കയറി ചെല്ലുന്നത് വിശാലമായ ഒരു ലിവിംഗ് ഹാളിലേക്കാണ്. നല്ല ഡബിൾ ഹൈറ്റോടുകൂടി വരുന്ന ലിവിംഗ് ഹാൾ തന്നെ ഇവിടെ നമുക്ക് കാണാം. നല്ലൊരു ഷാൻലിയർ ലൈറ്റും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഈ വീടിൻ്റെ ഫ്ലോറിങ്ങിനായി 6 അടി നീളവും 4 അടി വീതിയും വരുന്ന വലിപ്പമാർന്ന വെട്രിഫൈഡ് ടൈലുകളാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വിശാലമായ വിൻഡോകളെല്ലാം നമുക്ക് കാണാൻ കഴിയും. ഈ ഒരു ഭിത്തിയിലായി മൾട്ടിവുഡിലും നിർമ്മിച്ചിട്ടുള്ള TV യൂണിറ്റ് നമുക്ക് കാണാൻ കഴിയും. നല്ല ഭംഗിയിൽ തന്നെയാണ് അതെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെ നിന്നും ഇനി നമുക്ക് പോവേണ്ടത് വീടിൻ്റെ ഡൈനിങ് ഹാൾ ഏരിയയിലേക്കാണ്. ഈ ഒരു ഭാഗത്തെല്ലാം നല്ല പാർട്ടീഷനെല്ലാം കൊടുത്ത് ഭംഗിയാക്കിയിട്ടുണ്ട്. വിശാലമായൊരു ഡൈനിങ് ഹാൾ ഏരിയ നമുക്കിവിടെ കാണാം. ഏതൊരു വീടിൻ്റെയും ഏറ്റവും കൂടുതൽ ആവശ്യങ്ങൾ നടക്കുമ്പോൾ പെരുമാറാൻ ആവശ്യം വരുന്നൊരു സ്ഥലമാണ് ഡൈനിങ് ഹാൾ എന്ന് പറയുന്ന സ്പേസ്. അവിടെ വിശാലമായത് വന്നാൽ തന്നെയാണ് നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാവും. ആ ഒരു രീതിയിലുള്ള സ്പേസ് തന്നെ ഇവിടെ നമുക്ക് കാണാം. ഈ ഒരു വിൻഡോ കം ഡോറോടുകൂടി വരുന്നൊരു സ്പേസിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇതെല്ലാം തേക്കിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയായി ഒരു വാട്ടർ ഫൗണ്ടൻ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ LED ലൈറ്റുകളും ടൈലുകളെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് നിർമ്മിച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കിച്ചൻ്റെ ഭാഗത്തേക്ക് വരാം. നല്ലൊരു ഓപ്പൺ കൺസെപ്റ്റിലാണ് കിച്ചൻ്റെ നിർമ്മാണം. ക്രോക്കറി ഷെൽഫുകളും ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടറെല്ലാം കൊടുത്ത് ഭംഗിയിൽ തന്നെയാണ് ആ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിലേക്ക് വന്നു കഴിഞ്ഞാൽ നല്ല രീതിയിലുള്ള സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം ചെയ്തിട്ടുണ്ട്. 3 ഭിത്തിയിലും നമുക്ക് കാണാം നല്ല രീതിയിൽ കബോർഡ് വർക്കുകളെല്ലാം കാണാൻ കഴിയും. കിച്ചണിൽ അടപ്പ് കത്തിക്കുന്നതിൻ്റെ ഡയറക്ഷൻ വരുന്നത് കിഴക്കോട്ട് തന്നെയാണ്. ഇവിടെയും ഫോൾ സീലിംഗ് വർക്കുകളും BLDC സീലിംഗ് ഫാനെല്ലാം കൊടുത്തിട്ടുണ്ട്. മനോഹരമായി തന്നെയാണ് ഈ ഒരു സ്പേസ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. കിച്ചണിൽ ഫ്രിഡ്ജ് വയ്ക്കാവുന്ന സ്പേസ് വരുന്നത് ഈ ഒരു ഭാഗത്തായാണ്. അവിടെയും കബോർഡ് വർക്കെല്ലാം നമുക്ക് കാണാം. കിച്ചൺ കൂടാതെ പുറത്തായി വലിയൊരു വർക്ക് ഏരിയ സ്പേസും ലഭിക്കുന്നുണ്ട്. ഈ വീടിൻ്റെ 2800 സ്ക്വയർ ഫീറ്റ് കൂടാതെ വരുന്നൊരു സ്പേസാണ് ഈ കാണുന്ന വർക്ക് ഏരിയ സ്പേസ്. ഇനി നമുക്ക് ഈ വീടിൻ്റെ ബാക്ക് സൈഡിൽ ഈ മുറ്റത്തും അത്യാവശ്യം നല്ല സെറ്റ് ബാക്ക് ലഭിക്കുന്നുണ്ട്. ഇനി ബെഡ്റൂമിലേക്ക് വരാം. ഏകദേശം 140 സ്ക്വയർ ഫീറ്റ് ലഭിക്കുന്ന ബെഡ്റൂമിലാണ് ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളും BLDC സീലിംഗ് ഫാനും വലിപ്പമാർന്ന വിൻഡോയും ഒരു കോർണറിലായി കബോർഡ് വർക്കുകളെല്ലാം ചെയ്ത് നല്ല ഭംഗിയിൽ തന്നെയാണ് ഈ ഒരു ബെഡ്റൂം നിർമ്മിച്ചിരിക്കുന്നത്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമോടുകൂടി വരുന്ന ബെഡ്റൂം തന്നെയാണ്. ബാത്റൂം വരുന്നത് ഈ ഒരു സ്പേസിലാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ബാത്റൂം തന്നെയാണ്. സെറ ബ്രാൻഡിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സും സാനിറ്ററീസുമാണ് ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെ ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു. ഇനി രണ്ടാമത്തെ ബെഡ്റൂമിലേക്ക് വരാം.
125 സ്ക്വയർ ഫീറ്റിൽ ലഭിക്കുന്ന ഒരു ബെഡ്റൂമിലാണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കും കബോർഡ് വർക്കുകളും സൈഡ് ടേബിൾ അടക്കം ഡ്രസ്സിംഗ് യൂണിറ്റ് ഏരിയ എല്ലാം കൊടുത്ത് തന്നെയാണ് ബെഡ്റൂമുകളെല്ലാം അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ബെഡ്റൂമുകളുടെ ഡോറും നിർമ്മിച്ചിരിക്കുന്നത് തേക്കിൽ തന്നെയാണ്. ഇതിനും അറ്റാച്ച്ഡ് ബാത്റൂമും നമുക്ക് കാണാം. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂമുകൾ തന്നെയാണ് എല്ലാ ബെഡ്റൂമിനും നമുക്ക് ലഭിക്കുക. ഇനി നമുക്ക് ഹാളിലേക്ക് തന്നെ തിരിച്ചു വരാം. നല്ല മനോഹരമായ ഒരു ടേബിൾ ടോപ്പോടുകൂടി വരുന്ന വാഷ് കൗണ്ടറാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. സ്റ്റെയർ കേസിന് താഴെയായി നമുക്കൊരു ഫാമിലി സിറ്റിംഗ് ഏരിയ ലഭിക്കുന്നുണ്ട്. ഇവിടെയായി നമുക്ക് വിശ്രമ സമയങ്ങളിൽ വന്നിരിക്കാവുന്നൊരു സ്പേസാണ്. നല്ലൊരു മോഡേൺ സ്റ്റൈലിലാണ് സ്റ്റെപ്പ് എല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. അതും ടഫൻ ഗ്ലാസും ടീക്ക് വുഡും തന്നെയാണ് അതിൻ്റെ ഹാൻഡ് റെയിലിനായി ഉപയോഗിച്ചിരിക്കുന്നത്. ഫ്ലോറിങ്ങിനായി ഗ്രാനൈറ്റും നമുക്ക് കാണാം. ഇനി നമുക്ക് സ്റ്റെപ്പ് കയറി നേരെ ഒന്നാമത്തെ നിലയിലേക്ക് വരാം. അവിടെയും ഷാൻലിയർ ലൈറ്റ് എല്ലാം കൊടുത്തിട്ടുണ്ട്. നേരെ കാണുന്ന ഭിത്തിയിൽ ഒരു വിൻഡോയും നമുക്ക് കാണാം. വലിയൊരു ഹോളിലേക്കാണ് നമ്മളിപ്പോൾ സ്റ്റെപ്പ് കയറി വന്നെത്തി നിൽക്കുന്നത്. ഇവിടെയും സീലിംഗ് വർക്കുകളെല്ലാം കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. നല്ലൊരു TV യൂണിറ്റും നമുക്ക് കാണാൻ കഴിയും. വിശാലമായൊരു ഹോള് തന്നെയാണ് ഇവിടെ കാണാൻ കഴിയുക. താഴെ നിന്ന് കണ്ട ലിവിംഗ് ഹോളിൻ്റെ ആ ഒരു സ്പേസാണ് ഇപ്പോൾ നമ്മൾ കണ്ടത്. ഇവിടെ ആ ഒരു സ്റ്റഡി യൂണിറ്റും കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ മുകളിലെ ബെഡ്റൂമുകളിലേക്ക് വരാം. ബെഡ്റൂം താഴെ കണ്ട ബെഡ്റൂമിൻ്റെ സെയിം അളവിൽ തന്നെ ലഭിക്കുന്ന അതേ പാറ്റേണോടുകൂടി വരുന്ന ബെഡ്റൂമുകൾ തന്നെയാണ്. എറണാകുളം ജില്ലയുടെ എല്ലാ ഭാഗത്തേക്കും ഈസി ആക്സസ് ലഭിക്കുന്ന ഒരു ഏരിയയാണ് പുക്കാട്ടുപടി എന്ന് പറയുന്നത്. 2018-ലും 2019-ലും പ്രളയം ബാധിക്കാത്ത ഒരു ഏരിയയാണ്. കിഴക്കമ്പലം പഞ്ചായത്തിലാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത്. 2020 പഞ്ചായത്തിൽ ഏറ്റവും കൂടുതൽ വികസന പ്രവർത്തനങ്ങൾ എറണാകുളം ജില്ലയിൽ നടക്കുന്ന പഞ്ചായത്താണ് 2020 പഞ്ചായത്ത്. ആ ഒരു പഞ്ചായത്തിൻ്റെ ഭാഗമായി സ്ഥിതി ചെയ്യുന്ന വീടാണ് ഇപ്പോൾ നമ്മൾ പരിചയപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ വീടിൻ്റെ 4ാമത്തെ ബെഡ്റൂമിൽ വന്നെത്തി നിൽക്കുകയാണ്. ഈ ബെഡ്റൂമിന് അഡീഷണൽ ആയിട്ട് നമുക്കൊരു ബാൽക്കണിയിലേക്ക് ഇറങ്ങാവുന്ന ഒരു സ്പേസും കൊടുത്തിട്ടുണ്ട്. സ്ലൈഡിങ്ങിൽ തുറക്കാവുന്ന ടഫൻ ഗ്ലാസുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഈ ബെഡ്റൂമിനും അറ്റാച്ച്ഡ് ബാത്റൂം വരുന്നുണ്ട്. അത്യാവശ്യം വലിപ്പമുള്ള ബാത്റൂം ഇവിടെയും നമുക്ക് കാണാൻ കഴിയും. ഇവിടെയാണ് അത് വരുന്നത്. ഇനി നമുക്ക് ബാൽക്കണിയിലേക്കും അഡീഷണലായി വരുന്ന ഒരു റൂമിലേക്കും പോകാനുണ്ട്. ഇനി നമുക്ക് വീടിൻ്റെ കൂടുതൽ വിശേഷങ്ങളിലേക്ക് പോകാം. എറണാകുളം ജില്ലയിൽ കാക്കനാടിൽ നിന്ന് 9 കിലോമീറ്റർ മാത്രം അകലെയായി പുക്കാട്ടുപടിക്കടുത്തായി സ്ഥിതി ചെയ്യുന്ന 7.5 സെന്റിൽ 2800 സ്ക്വയർ ഫീറ്റിൽ 4 ബെഡ്റൂം പ്ലസ് സ്റ്റഡി റൂമോടുകൂടി വരുന്ന ഈ ഒരു വീടിൻ്റെ ചോദിക്കുന്ന റേറ്റ് 1,75,00,000 രൂപയാണ്. അത് നെഗോഷ്യബിൾ ആണ്. മറ്റുള്ള വിശദ വിവരങ്ങൾക്ക് നിങ്ങൾക്ക് ഈ വീഡിയോയിൽ കാണുന്ന നമ്പറുമായി ബന്ധപ്പെടാം. മറ്റൊരു പുതിയ വീടുമായി വരുന്നതുവരെ എല്ലാവർക്കും നന്ദി. താങ്ക് യു ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. താങ്ക് യു എവരിവൺ.